Hello dear students, welcome to our next section, okay, on propositions. Okay, so നമ്മളിനി അടുത്ത് വേറൊരു കണക്റ്റീവ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ലോജിക്കൽ കണക്റ്റീവ്സ്. രണ്ട് എക്സാമ്പിൾസുകളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്, ആൻഡും ഓറും, കൺജങ്ഷൻ ആൻഡ് ഡിസ്ജങ്ഷൻ. ഓക്കെ, ഈ ലെക്ചറിൽ വാട്ട് വി ആർ ഗോയിങ് ടു സീ ഈസ് the connective implication. Okay, it is denoted by implies. Okay, arrow mark ആണ് denote ചെയ്യുന്നത്. Okay, so another connective which is used to create the compound proposition is implication. Okay, let us see what is that. Two propositions P and Q can be combined to form a statements of the form if P then Q. Okay, such a statement is known as implication. If P then Q. Okay, that is P implies Q. P implies Q. P undayal adare imply cheyum, Q ne imply cheyum. Okay, so if P then Q, it is known as implication. We will denote it as P implies Q. Since it involves ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട്, ഇതിലൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇഫ് എന്നുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇതിനെയാണ് അതുകൊണ്ട് ഇതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് സിൻസ് ഇറ്റ് ഇൻവോൾവ്സ് എ കണ്ടീഷൻ ഇറ്റ് ഈസ് കോൾഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ദ കമ്പോണൻറ്റ് പി, ഈ കമ്പോണൻറ്റ് പീനെ എന്ത് പറയും? ഹൈപ്പോത്തസിസ് എന്ന് പറയും. അതായത് അവിടെയുള്ള സിറ്റുവേഷൻ എന്താണോ അതാണ്. ഓക്കെ, so P is hypothesis of the implication. Okay, the component P is known as the hypothesis of the implication and Q is known as the conclusion. Q ആണ് conclusion. അതുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണോ അതാണ് Q. Okay, so if P is known as hypothesis and Q is known as conclusion of the implication. Okay, പല രീതിയിലും ഇംപ്ലിക്കേഷൻസ് പറയാറുണ്ട്. ഓക്കെ, സോ ലോട്ട് ഓഫ് വെറൈറ്റി വേസ് യു ക്യാൻ ഇംപ്ലൈ ദ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, ഏതൊക്കെ രീതിയിലാണെന്ന് നോക്കാം. ഇഫ് പി ദെൻ ക്യൂ. ഓക്കെ, ഇഫ് പി ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, ക്യൂ ഇഫ് പി. ഓക്കെ, ക്യൂ സംഭവിക്കും എങ്ങനെയാണ് പി ഉണ്ടായാൽ. പി സഫിഷ്യൻറ്റ് ഫോർ ക്യൂ, പി മതി, പി ഉണ്ടായാൽ മതി ക്യൂ ഉണ്ടാവാനായിട്ട്. ഓക്കെ, ക്യൂ ഈസ് നെസസറി ഫോർ പി. ഈ രീതിയിലൊക്കെ നമുക്ക് ഇംപ്ലിക്കേഷൻസ് പറയാൻ സാധിക്കും. ലെറ്റ് us see one example. പി ഇംപ്ലൈസ് ക്യൂ. പി എന്ന് പറയുന്നത് if triangle ABC is a equilateral triangle, okay, then it is isosceles. Okay, triangle ABC ഒരു ഈക്വലേറ്റർ ആണെങ്കിൽ അത് ഐസോസെലസും കൂടി ആണ്. ഈക്വലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും ഈക്വലാണ്. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡ് അല്ലേ. നൗ ഇറ്റ് മീൻസ് എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്കിതിനെ ഇംപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വലേറ്റർ, ഇറ്റ് ഈസ് ഐസോസെലസ്. ഇഫ് പി ക്യൂ. ഇനി ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വലേറ്റർ implies P implies Q, it is isosceles. ഇനി triangle ABC is equilateral only if it is isosceles. Triangle ABC is equilateral only if it is isosceles. Triangle ABC is isosceles if it is equilateral. The triangle ABC is equilateral, it is a sufficient condition, മതിയായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്, ഇറ്റ് ഈസ് ടു ബി ഐസോസെലസ്. ഇക്വലേറ്ററൽ ആയാൽ സഫിഷ്യൻ്റ് ആണ് ഫോർ ഇറ്റ് ഈസ് ടു ബി ഐസോസെലസ്. ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്, റൈറ്റ്? ഇറ്റ് ഈസ് നെസസറി കണ്ടീഷൻ ഫോർ ഇറ്റ് ഈസ് ടു ബി equilateral. It is to be equilateral. It is a necessary condition for it to be equilateral. Okay, so from this example you can ഏത് രീതിയിൽ വേണമെങ്കിലും implications യൂസ് ചെയ്യാവുന്നതാണ്. Okay,
Now let us see next one. How you can find out the truth table for the implication. Okay, let us see. എന്താണ് ട്രൂത്ത് ടേബിൾ? അപ്പോൾ ഏതൊക്കെ വാല്യൂസുകളാണ് പി ഇംപ്ലൈസ് ക്യൂവിന് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ പി ഈസ് ഗിവൺ ഇഫ് യു വാക്സ് മൈ കാർ, നിങ്ങൾ എൻ്റെ കാറ് വാക്സ് ചെയ്യുകയാണെങ്കിൽ ദെൻ ഐ വിൽ പേ യു $25. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇംപ്ലിക്കേഷൻ. പി എന്ന് പറയുന്നത് ഇഫ് യു വാക്സ് മൈ കാർ, ക്യൂ എന്ന് പറയുന്നത് ഐ വിൽ പേ യു $25. ഓക്കെ, സോ ലെറ്റ് us see the truth table. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക? പിക്ക് ഏതൊക്കെ വാല്യൂസ് ആയിരിക്കാം? ടിയും എഫും എടുക്കാം, ക്യൂവിനും ടിയും എഫും എടുക്കാം. അപ്പോൾ പി ടി ആകുമ്പോൾ ക്യൂവും ടി ആകുമ്പോൾ എന്ത് സംഭവിക്കും? പി ടി ആകുമ്പോൾ ക്യൂ എഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയല്ലേ നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ കേസ് പി ട്രൂ ആയിട്ടുള്ളത്. ഇഫ് യു വാക്സ് മൈ കാർ, അതായത് പി ട്രൂ ആണ്. പിന്നെ എന്ത് ചെയ്യണം? ക്യൂ ട്രൂ ആണ്. ക്യൂ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഐ പേ യു $25, ഞാൻ $25 തരുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ രണ്ടും ട്രൂ ആണെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻ എന്തായിട്ട് മാറി? ട്രൂ ആയിട്ട് മാറി അല്ലേ? നൗ okay, let us see here. So if you wax my car, P is true, and if I pay you $25, Q true ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ ഇംപ്ലിക്കേഷൻ എന്തായിട്ട് മാറി? ട്രൂ ആയിട്ട് മാറി. സോ യു വിൽ ഗെറ്റ് ട്രൂ. ഓക്കെ, നൗ ഇഫ് യു വാക്സ് മൈ കാർ, പി ട്രൂ ആണ്. പി ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ കാർ ഞാൻ വാഷ് ചെയ്യുന്നുണ്ട്, വാക്സ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഞാൻ നിങ്ങൾക്ക് കാശ് തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇംപ്ലിക്കേഷൻ എന്തായിട്ട് മാറി? അങ്ങനെ പറ്റില്ലല്ലോ. കാർ വാക്സ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? കാശ് കൊടുത്തിരിക്കണം. സോ ഇറ്റ് ബിക്കംസ് ഫാൾസ്. അപ്പോൾ ഒരാൾ ഫസ്റ്റ് ടിയും പി ഇംപ്ലൈസ് ക്യൂ, ദാറ്റ് ഈസ് ഹൈപ്പോസിസ് ട്രൂ ആണെങ്കിൽ, കൺക്ലൂഷൻസ് ഫാൾസ് ആണെങ്കിൽ ദ ടോട്ടൽ ഇംപ്ലിക്കേഷൻ വിൽ ബി ഫാൾസ്. ഓക്കെ, നൗ അടുത്തത്. ഇനി ഹൈപ്പോസിസ് ട്രൂ അല്ലാണ്ട് എടുത്തു, ഫാൾസ് ആണ്. ദാറ്റ് ഈസ് താൻ എൻ്റെ കാർ വാഷ് ചെയ്യുന്നില്ല, ഓക്കെ, വാക്സ് ചെയ്യുന്നില്ല, വാഷ് ചെയ്യല്ല, വാക്സ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ കാശ് കൊടുക്കുകയോ കൊടുക്കാണ്ടിരിക്കുകയോ ചെയ്യാം. ഇനി കാശ് കൊടുക്കുന്നു എന്നിരിക്കട്ടെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രൂ. ഈ ഇംപ്ലിക്കേഷന് നമുക്ക് ഈ ഇംപ്ലിക്കേഷൻ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അയാൾ കാറ് വാക്സ് ചെയ്യുകയാണെങ്കിൽ കാശ് കൊടുക്കും, വാക്സ് ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യാം? ഇങ്ങനെ പറയില്ല, കാറ് വാക്സ് ചെയ്താൽ മാത്രമേ ഞാൻ കാശ് കൊടുക്കുള്ളൂ എന്നുള്ള സംസാരമില്ല അല്ലേ? ഓൺലി ഇഫ് ഇല്ല. അപ്പോൾ കാറ് വാക്സ് ചെയ്താൽ കാശ് കൊടുക്കും, കാറ് വാക്സ് ചെയ്തില്ലെങ്കിലും ഇഫ് ഈസ് ദാറ്റ് മച്ച് ജനറസ് ആണെങ്കിൽ, അത് ഭയങ്കര ഇഷ്ടമൊക്കെ ഉള്ളതാണെങ്കിൽ കൊടുത്തു എന്ന് വരും. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ അത് ട്രൂ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇംപ്ലിക്കേഷൻ ട്രൂ ആക്കാം. ഇനിയല്ല, കാറ് വാക്സ് ചെയ്തില്ല, പക്ഷേ എന്നാൽ ഞാൻ കൊടുത്തുമില്ല, അപ്പോഴും ഇത് എന്താണെന്നാ വരിക? ഈ ഇംപ്ലിക്കേഷൻ പ്രശ്നമുണ്ടോ? ഇല്ല, അപ്പോഴും എന്തോ എന്ന് വരുന്നു? ട്രൂ. ദാറ്റ് ഈസ് ഹൈപ്പോസിസ് ഫാൾസ് ആണ്. കൺക്ലൂഷൻ ട്രൂ ആയാലും ദ ടോട്ടൽ ഇംപ്ലിക്കേഷൻ വിൽ ബി ട്രൂ. ദ സ്റ്റേറ്റ്മെൻറ്റിന് പ്രശ്നമില്ല. അഗെയിൻ കാർ ഹൈപ്പോത്തിസിസ് ഫാൾസ് ആയി, കൺക്ലൂഷൻ ഫാൾസ് ആയാലും ആ ഇംപ്ലിക്കേഷൻ ട്രൂ തന്നെയാണ് വരിക. ഈ ടോട്ടൽ ഇംപ്ലിക്കേഷൻ എന്തായിട്ട് വരും? ട്രൂ തന്നെയാണ്. കുഴപ്പമില്ല. ആ സെൻറ്റൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. സോ ഈ പി ഇംപ്ലൈസ് ക്യൂ വിൽ ബി ട്രൂ. സോ ദാറ്റ്സ് ദ ട്രൂത്ത് ടേബിൾ ഫോർ ക്യൂ. സോ യു ക്യാൻ ഹാവ് ടി. പിയും ടിയും ആണെങ്കിൽ ടോട്ടലി ടി ആവും. ഇവിടെയാണ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദിസ് വൺ. ഓക്കെ, വെനെവർ ടീസ് ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, മറ്റേത് ചെയ്യില്ലെങ്കിൽ അത് തെറ്റായി മാറി, ആ ഇംപ്ലിക്കേഷൻ തെറ്റായി മാറും. സോ ഫാൾസ്. ബാക്കി എല്ലാ കേസിലും എന്താ വരിക? ഇറ്റ് ഈസ് ട്രൂ. ദറ്റ് ഈസ് വെനർ എഫ് ടി ഈസ് അഗെയിൻ ടി, എഫ് എഫ് ഈസ് ടി, ടി ടി ഈസ് ടി, ബട്ട് ടി എഫ്, ദറ്റ് ഈസ് വെനർ എഫ് ടി ട്രൂ, ഹൈപ്പോത്തിസിസ് ട്രൂ, ഇതും ഫാൾസ് ആണെങ്കിൽ ഫാൾസ് വരും. So your implication the truth table will be like this: TFTT, TFTT. Okay. So the implication has not been provided, proved false. If it is not false, it must be true. Alle, the correct one. So this is the truth table for implies Q. Let us see converse, inverse, and contrapositive. So what is converse? The converse of the implication P
P implies Q. അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്താ? Q implies P. P implies Q is Q implies P. That is converse. Okay. സ്വിച്ച് അതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷനെയും കൺക്ലൂഷനെയും എന്ത് ചെയ്യുക, ഹൈപ്പോത്തസിസിനെയും കൺക്ലൂഷനെയും എന്ത് ചെയ്യണു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. അതാണ് കോൺവേഴ്സ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ വെൻ യു ആർ സ്വിച്ചിങ് ദ ഹൈപ്പോത്തസിസ് ആൻഡ് ദ കൺക്ലൂഷൻ, ദറ്റ് ഇറ്റ്സ് premise ആൻഡ് കൺക്ലൂഷൻ, സിറ്റുവേഷനെയും കൺക്ലൂഷനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് കോൺവേഴ്സ് എന്ന് പറയും. P implies Q becomes Q implies P. Okay. Now what is inverse? Inverse is of P implies Q is not P implies not Q. Not P implies not Q. Negation P implies negation Q. അതാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. The inverse of P implies Q, the implication is not P implies not Q. That is what you are doing, the negation. Here you are taking the negation, here you are taking the negation. Negate the hypothesis and the conclusion. അതിനെയാണ് ഇൻവേഴ്സ് എന്ന് പറയുക. ഇൻവേഴ്സ് എന്താണ്? You are negating the hypothesis and the conclusion. Okay. Now what is contrapositive? Contrapositive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P implies Q ൻ്റെ contrapositive എന്ന് പറഞ്ഞാൽ not P implies not Q. Not Q implies not P. അതാണ് contrapositive. Not Q implies not P. P implies Q is not Q implies not P. This is contrapositive. Okay. So here what you are doing? You are negating the hypothesis and conclusion and you are switching now. എന്നിട്ട് അതിന് interchange ചെയ്യണം. Okay. So അല്ലെങ്കിൽ you can tell that ഇൻവേഴ്സിൻ്റെ സ്വിച്ച് ചെയ്യുന്നതിനെയാണ് കോൺട്രാപോസിറ്റീവ് എന്ന് പറയാം. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഓക്കെ. സോ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗേറ്റ് ദ പ്രിമിസ് ആൻഡ് ദ കൺക്ലൂഷൻ ആൻഡ് ദെൻ സ്വിച്ച് ദം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാം. ഒന്നുകൂടി പറയാം. കോൺവേഴ്സ് മീൻസ് P implies Q ആണെങ്കിൽ Q implies P നെയാണ് കോൺവേഴ്സ് എന്ന് പറയാം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് P implies നോട്ട് Q ആണ് ഇൻവേഴ്സ്. നോട്ട് P implies നോട്ട് Q. കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് Q implies നോട്ട് P. Negation Q implies not P. Okay. Okay. So let us have one example. പഴയ എക്സാമ്പിൾ തന്നെ എടുക്കാം. P implies Q. So this is the equilateral triangle, then it is isosceles. So what is the converse, inverse and contrapositive? Converse എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞേ? Converse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P implies Q ആണെങ്കിൽ you have Q implies P. That is, if triangle ABC is isosceles, then it is equilateral. Okay. If triangle ABC is isosceles, then it is equilateral. Is it true? It's not true. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആണോ? അല്ല എന്ന് പറയാം. So converse of this is not true. Now what is inverse? Not P implies not Q. If triangle ABC is not equilateral, then it is not isosceles. If triangle ABC is not equilateral, then it is not isosceles. അത് ഈക്വിലേറ്ററൽ അല്ല എന്നുണ്ടെങ്കിൽ അത് ഐസോസെലസ് അല്ല. അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി വാട്ട് ഈസ് കോൺട്രാപോസിറ്റീവ്? സി ഹിയർ. നോട്ട് Q implies not P. Not Q implies not P. If triangle ABC is not isosceles, then it is not equilateral. It is true, right? If triangle ABC is not isosceles, isosceles പോലെ അല്ലെങ്കിൽ അതെന്തു തന്നെയല്ല, ഈക്വിലേറ്ററൽ അല്ല. സോ വി വിൽ സി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഈക്വാലൻസ്, ഇതിലേതാണോ ഒരേ ഒന്നാവുന്നത്, കറക്റ്റായിട്ടുള്ള ഇത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഏതാ ഉള്ളതെന്ന് വി വിൽ സി. ഓക്കെ. ദാറ്റ് ഈസ് നോൺ ആസ് ഈക്വാലൻസ് ഓഫ് ദ ലോജിക്നെസ്. ഓക്കെ. ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഈക്വാലൻ്റ് ആണോ എന്ന് നോക്കുന്നത്. ഓക്കെ. Now you just think what is contrapositive. Okay. In mind, മനസ്സിൽ വയ്ക്കുക. Then we will see what is happening. Okay. Now let us find out the construct a truth table for this one. Okay. What is for P implies Q? What is that? This one, conjunction. Q implies P. അല്ലേ? സോ മീറ്റ് ആണ്. മീറ്റ് എപ്പോഴാണ് എന്താണ് ട്രൂ ആവുക? രണ്ടുപേരും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവൂ അല്ലേ? സോ ലെറ്റ് us see. അപ്പോൾ P എഴുതി, T T F.
Now Q എഴുതി TF TF. ഇനി നമ്മൾ പറഞ്ഞിരുന്നു what is P implies Q. P implies Q എപ്പോഴാവുക ടിയും ടിയും ആണെങ്കിൽ യു ക്യാൻ ഹാവ് ടിയും ഇത് ട്രൂ ആണെങ്കിൽ ഇത് ഫാൾസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഫാൾസ് FTT FFT. ഓക്കെ നൗ യു ഇൻ്റർചേഞ്ച് ദാറ്റ് Q implies P. അപ്പോൾ ഇങ്ങോട്ട് നോക്കുക TT T ആണ് FT it is true TF വാക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചെയ്തിരിക്കണം മറ്റേ കാശ് കൊടുത്തിരിക്കണം അതല്ല വരുന്നത് ഓക്കെ സോ ഫാൾസ് അഗെയിൻ FF ഇറ്റ് ഈസ് ട്രൂ സോ യു ആർ ഗെറ്റിംഗ് ലൈക്ക് ദിസ് നൗ യു ഇതെങ്ങനെ ഇൻ്റർസെക്ഷൻ നോക്കുക ഇതിൻ്റെ കൺജക്ഷൻ അറിയാലോ രണ്ടുപേരും ട്രൂ ആണെങ്കിൽ മാത്രമേ കൺജക്ഷനിൽ ട്രൂ ആവുള്ളൂ സോ TT വിൽ ബി T FT വിൽ ബി F TF F TT T. So the truth table for P implies Q conjunction that is meet അല്ലെങ്കിൽ join എന്ത് വേണമെങ്കിലും പറയാം Q implies P is TF FT. P implies Q intersection അല്ല join conjunction Q implies P is TF FT. Okay, so you try this assignment. Construct a truth table for the proposition negation P join disjunction that is meet negation Q in a whole negation of negation P meet Q. Okay, you try this. Thank you.